ഹലോ മക്കളെ, CUT വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഈ പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, തമിഴ്നാടു, കർണാടക, രാജസ്ഥാൻ, സൗത്ത് ബീഹാർ, പഞ്ചാബ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, അങ്ങനെയുള്ള ഒട്ടനവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഏകദേശം ഒരേ സമയത്ത് ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികളാണ് ഇതെല്ലാം എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ തിരുവാരൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഡിഗ്രി കോഴ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. എന്നാൽ കൊടുക്കുന്ന കോഴ്സുകളെല്ലാം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ടെക്സ്റ്റൈലുമായി തമിഴ്നാടിന് കണക്ഷൻ ഉള്ളതുകൊണ്ട് ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലുള്ള ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളാണ്. ഇൻ്റഗ്രേറ്റഡ് MSc ബയോടെക്നോളജി എന്ന് പറയുന്നത് 5 വർഷത്തെ കോഴ്സാണ്. അതായത് 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ PG കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സാണ് ഈ പറയുന്ന MSc ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി എന്ന കോഴ്സ്. അതിന് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 60% മാർക്കോടുകൂടി പാസ്സാവണം. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ബയോടെക്നോളജിയെ കൂടാതെ സയൻസിൽ തന്നെയുള്ള മറ്റ് സബ്ജക്റ്റുകളുള്ളത് ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രിയും, അതും 5 ഇയർ പ്രോഗ്രാമാണ്. അതിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ഒന്നെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രിയുടെ എലിജിബിലിറ്റിയും ഈ പറയുന്ന പോലെ 60% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവണം +2 എന്നതാണ്. CUT-യിൽ ഈ പറയുന്ന സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളായിട്ട് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സും ഇതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സിനും ഇതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത്. അങ്ങനെ സയൻസ് സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം കോഴ്സുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി വരുന്നത് ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് എന്നുള്ള കോഴ്സാണ്. അതും 5 ഇയർ പ്രോഗ്രാമാണ്. അതിന് നിങ്ങൾ ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. അതായത് ജനറൽ ടെസ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിൽ പെട്ടതാണ് MA എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് കോഴ്സാണ്. അതിന് നിങ്ങൾ 60% മാർക്കോടുകൂടി പാസ്സാവണം. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് MPA മ്യൂസിക്, അതായത് ഈ പറയുന്ന പോലെ മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് MPA എന്ന് പറയുന്നത്. മ്യൂസിക് സ്പെഷ്യലൈസേഷൻ ആണ്. ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. അതിന് നിങ്ങൾ 60% മാർക്കോടുകൂടി പാസ്സാവണം എന്നതാണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെന്റ് കോയമ്പത്തൂർ, ഈ പറയുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിലും ഇതേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന് കീഴിൽ തന്നെയാണ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിലുള്ള CUT എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം CUT എക്സാമിനേഷനിലെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് കോഴ്സ് പ്രവേശനം കിട്ടും. BSc ടെക്സ്റ്റൈൽസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതും നിങ്ങൾ പഠിക്കുന്നതും ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. കോയമ്പത്തൂരിലാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂരും തമിഴ്നാടും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയകളാണ്. അതുകൊണ്ടാണ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് വരുന്നത്. BSc ടെക്സ്റ്റൈൽസ് എന്നുള്ള കോഴ്സാണ്. 3 ഇയർ പ്രോഗ്രാമാണ്. അതിന് നിങ്ങൾ +2 50% കൂടി പാസ്സാവണം എന്നുള്ളതാണ് ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BSc ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ആണ് കോഴ്സിൻ്റെ 3 ഇയർ പ്രോഗ്രാമാണ്. അതിന് നിങ്ങൾ ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. 50% കൂടി പാസ്സാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന കോഴ്സ് ഉണ്ട്. ഇത് 3 ഇയർ ഓർ 4 ഇയർ എന്നുള്ള സ്വഭാവത്തിലുള്ള കോഴ്സാണ്. ഒന്നെങ്കിൽ 3 ഇയർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എക്സിറ്റ് ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ഇയർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഹോണേഴ്സോടുകൂടി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. BSc ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന കോഴ്സ് ഉണ്ട്. ജനറൽ ടെസ്റ്റ് ആണ് അതിൻ്റെ ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. BSc ടെക്സ്റ്റൈൽ അപ്പാരൽ ഡിസൈൻ എന്നുള്ള കോഴ്സ് ഉണ്ട്. ഇതും അതേ സ്വഭാവത്തിൽ തന്നെയുള്ളതാണ്. ജനറൽ ടെസ്റ്റ് ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് കേരളത്തിന് പുറത്തുള്ള ക്യാമ്പസിൽ പഠിക്കണം, എന്നാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഡൽഹിയിലൊന്നും പോയി പഠിക്കാനൊന്നുള്ള താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കേരളത്തിന് അടുത്ത് തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത്. സയൻസ് കോഴ്സുകളുണ്ട്, എക്കണോമിക്സ് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സിൽ മ്യൂസിക് കോഴ്സ് ഉണ്ട്. ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. താല്പര്യമുള്ള ആളുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ CUT-യുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് CUT റിലേറ്റഡ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ നിങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.